ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ നമ്മൾ ഇവൻറ്റ് വർക്കിൻ്റെ കുറച്ച് ക്ലിപ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു 2 മാസത്തോളമായിട്ട് നമ്മൾ ഇവൻറ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ കുറച്ച് ക്യാച്ച് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസും അതിൻ്റെ ചെയ്യുന്ന കുറച്ച് ട്യൂട്ടോറിയലൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ വർക്ക് നമ്മളൊരു വെഡ്ഡിങ്ങിൻ്റെ വർക്കായിരുന്നു. ഒരു സിമ്പിളായിട്ടുള്ള വീട്ടിൽ വെച്ചിട്ട് നടത്തുന്ന ഒരു വെഡ്ഡിങ്ങിൻ്റെ വർക്കായിരുന്നു. ചെറിയൊരു സ്റ്റേജൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ജസ്റ്റ് ഡെക്കറേഷൻ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റിങ് വെച്ചിട്ടുള്ള ഒരു ഡെക്കറേഷനായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ റിങ്ങിൽ ഇതുപോലെ ഈ ഒരു കേർട്ടന് സെറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ടൈ വെച്ചിട്ട് 2 സൈഡും അതുപോലെ ഇങ്ങനെ ടൈ ചെയ്തിട്ട് കൊടുക്കും. പിന്നെ നമ്മൾ ഫ്ലവർ സെറ്റ് ചെയ്തതും കൂടെ വെച്ച് കൊടുക്കും. അപ്പോൾ നമ്മൾ ഫ്ലവർ ഓൾറെഡി വീട്ടിൽ നിന്ന് തന്നെ ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വർക്കിന് പോകുന്ന ലൊക്കേഷനിൽ ഒന്നും കൂടെ ഈസി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അധികം ഇതുപോലെയാണ് ചെയ്യാറ്. ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് കൊണ്ടുപോകും. അതായത് ആ ഒരു ഫോമിൻ്റെ ആ ഒരു സ്പോഞ്ച് പോലത്തെ ആ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, അത് കട്ട് ചെയ്തിട്ട് നമ്മൾ അതിൽ ആദ്യം ലീഫ് ഇങ്ങനെ കൊടുക്കും, പിന്നെ ഫ്ലവേഴ്സും അതുപോലെ അങ്ങനെ വെച്ച് കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. എല്ലാവരും എല്ലാ ഇവൻറ്റ് വർക്കേഴ്സും അതുപോലെ തന്നെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. നമ്മൾ വർക്ക് ഈസി ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ നമ്മൾ പെർമനൻ്റ് ആയിട്ടല്ല ഇത് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അതായത് വീണ്ടും നമ്മൾ ഈ ഒരു സെയിം വർക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിത് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത്രയും നമുക്ക് അതിൽ കുത്തി കൊടുക്കുന്ന ആ ഒരു വർക്ക് നമുക്ക് കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് പിന്നെ ആ ഒരു റിങ്ങിലോട്ട് ഇത് അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ടൈ വെച്ചിട്ട് ഇതുപോലെ കെട്ടി കൊടുക്കുക. അപ്പോൾ ഇതാണ് ഈ ഒരു വർക്ക്. അപ്പോൾ നമ്മൾ സ്റ്റേജ് വർക്ക് കംപ്ലീറ്റ് ആയതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഈ ഒരു 2 സൈഡിൽ വെക്കുന്ന ആ ഒരു ടേബിൾ ഉണ്ടല്ലോ, അപ്പോൾ അതിലും കൂടെ ഫ്ലവർ സെറ്റ് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ടേബിളൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് എടുത്തതാണ്. ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളെ വർക്കിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ പേജ് ഉണ്ട്. അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വർക്കൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അടുത്തതായിട്ട് നമ്മളൊരു ബർത്ത്ഡേ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിലൊരു പിങ്ക് തീമിലുള്ള സിമ്പിളായിട്ടുള്ളൊരു ബർത്ത്ഡേ ഡെക്കറേഷനാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ബലൂൺ മെഷീൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതുപോലെ ബലൂണ് വീർപ്പിച്ചെടുക്കാറ്. അപ്പോൾ അതുപോലെ ചെയ്തിട്ട് ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഇതും ആ ഒരു സെയിം റിങ്ങിൽ തന്നെ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള ആ ഒരു റിങ് ഉണ്ടല്ലോ, വെഡ്ഡിങ് സ്റ്റേജ് ചെയ്തിട്ടുള്ള ആ ഒരു സെയിം റിങ്ങിൽ തന്നെയാണ് ഈ ഒരു ബലൂണും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വർക്ക്. അപ്പോൾ നെക്സ്റ്റ് വീണ്ടും ആ ഒരു റിങ് വെച്ചിട്ടുള്ള ഒരു വെഡ്ഡിങ് ഡെക്കറേഷനായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതും തന്നെ സിമ്പിളായിട്ടുള്ളൊരു വെഡ്ഡിങ് സ്റ്റേജ് ആയിരുന്നു. അപ്പോൾ അവർ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള, അതായത് ഫ്ലവറൊക്കെ അവർ പറഞ്ഞിട്ടുള്ള ആ ഒരു മോഡലിലുള്ള കളേഴ്സാണ് നമ്മൾ യൂസ് ചെയ്തിട്ടിരിക്കുന്നത്. ഓരോ കസ്റ്റമേഴ്സും ഓരോ പോലെ ആയിരിക്കും. ചിലർ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള കളറ് അങ്ങനെ, അല്ലെങ്കിൽ അവർ ഫോട്ടോ അയച്ചു തരും. അതുപോലത്തെ ഫ്ലവേഴ്സ് നമ്മൾ വാങ്ങിക്കാറാണ് ഓരോ വർക്കിനും.
നെക്സ്റ്റ് ഇതാ നമ്മളൊരു ഇൻഡോർ സെറ്റപ്പാണ് ചെയ്യുന്നത്. ഇതൊരു എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളൊരു ഡെക്കറേഷനായിരുന്നു. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ ഇതുപോലെ സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഈ ഒരു 3 ഫ്രെയിം വെച്ചിട്ട് ചെയ്യുന്ന, അതായത് ഈ ഒരു 3 കമ്പി അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു ഫ്രെയിം ഉണ്ടല്ലോ, ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഈ ഒരു ഫ്രെയിം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതാ ഇതിൽ ആദ്യം നമ്മൾ ആ ഒരു പിങ്ക് കർട്ടന് അറ്റാച്ച് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മറ്റേ ഫ്ലവർ ടൈ ചെയ്തിട്ടും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു ഡെക്കറേഷൻ വരുന്നത്. അപ്പോൾ ഇതും തന്നെ നമ്മൾ ഒരു ലോ ബഡ്ജറ്റിൽ, അതായത് കസ്റ്റമർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ സിമ്പിളായിട്ട് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്ന ഒരു വർക്കായിരുന്നു. എന്നാലും എന്താ പറയുക, അത്യാവശ്യം നല്ല കുറച്ച് എഫേർട്ടുള്ളൊരു വർക്ക് തന്നെയാണ്. എന്നാലും നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനാണ് ഇത് കൊടുത്തിരിക്കുന്നത്. കാരണം എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട്, ചെറിയ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് കസ്റ്റമർ ആ ഒരു ബഡ്ജറ്റ് അനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ അതുപോലെ ചെയ്തതാണ്. അപ്പോൾ നെക്സ്റ്റ് ഇത് പുതിയൊരു മോഡൽ നമ്മൾ സ്റ്റേജ് ചെയ്തതായിരുന്നു. അതായത് വെഡ്ഡിങ് സ്റ്റേജ് തന്നെ ആയിരുന്നു, വീട്ടിൽ വെച്ചിട്ടുള്ളൊരു വെഡ്ഡിങ് സ്റ്റേജ് തന്നെ ആയിരുന്നു. അപ്പോൾ തലേ ദിവസം നമ്മൾ ആ ഒരു ഫ്ലവേഴ്സ് വീട്ടിൽ വെച്ചിട്ട് അതുപോലെ സെറ്റ് ചെയ്തിട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് അവർ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ആ ഒരു മോഡലാണ്. അപ്പോൾ അതിന് നമ്മൾ ഫ്ലവേഴ്സൊക്കെ വാങ്ങിച്ച് പുതിയ തീമിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് ഇതിന് വേണ്ടിയിട്ട് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കുറച്ച് മുന്നേ പോയിട്ട് വാങ്ങിച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്ലവേഴ്സ് ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ തലേ ദിവസം നമ്മൾ വീട്ടിൽ നിന്ന് സെറ്റ് ചെയ്തിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ലൊക്കേഷനിൽ പോയാൽ പെട്ടെന്ന് തന്നെ വർക്ക് തീർത്തിട്ട് തിരിച്ച് പോരാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്ലവേഴ്സൊക്കെ തലേ ദിവസം ഒരുപാട് ഹവേഴ്സ് കാണുമ്പോൾ നമുക്ക് നല്ല ഈസി ആയിരിക്കും, പക്ഷേ ഒരുപാട് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടാണ് അതൊക്കെ ചെയ്തിട്ടെടുക്കുന്നത്. ഈ ഒരു വർക്കും തന്നെ നമ്മൾ നല്ലോണം എഫേർട്ട് എടുത്തിട്ട് ചെയ്തിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുള്ളൊരു വർക്കായിരുന്നു. കസ്റ്റമർക്കും തന്നെ നല്ല റിവ്യൂ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുതന്നെയാണ് നമ്മളെ ഹാപ്പിനെസ്. നമ്മൾ എത്ര എഫേർട്ട് എടുത്ത് കഴിഞ്ഞാലും ആ ഒരു റിവ്യൂ കേൾക്കുന്ന സമയത്ത് നമ്മളതൊക്കെ മറന്നു പോകുമല്ലോ ആ ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ അതാ നമ്മൾ ബാക്കിൽ ഇങ്ങനെ ഫുള്ളായിട്ട് വൈറ്റ് കർട്ടന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ അങ്ങനെ നല്ല സ്പീഡിലാക്കിയെടുക്കുകയാണ്. കാരണം ഒരുപാട് മണിക്കൂറുകളുടെ വീഡിയോ ആണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇങ്ങനെ റീൽസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ അങ്ങനെ ക്യാപ്ചർ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു 6 കർട്ടനാണ്, ആ ഒരു പിങ്ക് തീമിലുള്ള ആ ഒരു പീച്ച് ഷെയ്ഡ് വരുന്ന ആ ഒരു കർട്ടൻ ഉണ്ടല്ലോ, അത് 6 അതുപോലെ ആ ഒരു ഫ്രണ്ടിലില്ല ആ ഒരു ഫ്രെയിമിൽ ഇങ്ങനെ വെച്ച് കൊടുക്കും. പിന്നെ നമ്മൾ ആ ഒരു മോഡൽ നോക്കിയിട്ട് അതുപോലെ താഴേക്ക് ഇങ്ങനെ ടൈ ചെയ്തിട്ട് കൊടുക്കുക ചെയ്യുക. പിന്നെ മുകളിൽ കർട്ടൻ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം മുകളിൽ ഇതുപോലെ ഫ്ലവർ സെറ്റ് ചെയ്യുക. അപ്പോൾ സ്റ്റേജ് വർക്ക് ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു സോഫ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ആ ഒരു 2 സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്ന ഈ ഒരു ഫ്ലവർ പോട്ടാണ്. അതിൽ നമ്മൾ ഇതുപോലെ ബഞ്ച് ഫ്ലവേഴ്സ് ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു സ്പോഞ്ച് വെച്ച് കൊടുത്തതിൻ്റെ ശേഷം പിന്നെ നമ്മളതിൻ്റെ മുകളിൽ ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതാ കാർപ്പറ്റും വെച്ച് കൊടുത്തതിൻ്റെ ശേഷം ഫൈനലായിട്ട് നമ്മൾ ഹാങ്ങിങ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഹാങ്ങിങ് ലൈറ്റ് നമ്മൾ ഇത് കണക്ട് ചെയ്തിട്ട്, അതായത് വയറൊക്കെ വെച്ച് എക്സ്റ്റൻഷനൊക്കെ വെച്ച് കണക്ട് ചെയ്തതിൻ്റെ ശേഷം ഓണാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നെയിമും കൂടെ ലാസ്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഫൈനലായിട്ട് വർക്ക് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു വെഡ്ഡിങ് സ്റ്റേജ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇവൻ്റ് വർക്ക്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, അസ്സലാമു അലൈക്കും.